CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിലെ ED അന്വേഷണം ആവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീലിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. അതേസമയം കേസിൽ തുടർ നടപടികൾ തീരുമാനിക്കാൻ ED ഡയറക്ടർ രാഹുൽ നവീന്റെ അധ്യക്ഷതയിൽ കൊച്ചിയിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഇന്ന് CMRLനെ സംബന്ധിച്ചും EDയെ സംബന്ധിച്ചും നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും CMRLനെ സംബന്ധിച്ചും EDയെ സംബന്ധിച്ചും നിർണായകമായ ദിവസം തന്നെയാണ്. ഈ എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാട് കേസിൽ ഇനി അന്വേഷണത്തിൻ്റെ ഭാവി എന്ത് എന്നുള്ള കാര്യത്തിലാണ് ഇന്ന് ഹൈക്കോടതി ഒരു തീരുമാനം പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ ED അന്വേഷണത്തിനെതിരെ അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കരിമണൽ കമ്പനിയായ CMRL ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. അവരുടെ പ്രധാനപ്പെട്ട വാദം ഇക്കാര്യത്തിൽ എന്താണെന്ന് പറയുന്നത്, ഈ SFIOയുടെ അന്വേഷണം നടക്കുന്നുണ്ട്, അതിനിടയിൽ സമാന്തരമായി ED അന്വേഷണം നടക്കുന്നത് നിയമവിരുദ്ധമാണ്. മാത്രമല്ല, ഈ ഇടപാടിൽ കള്ളപ്പണം ഇടപാട് എവിടെയും നടന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ED അന്വേഷണം നിലനിൽക്കില്ല എന്നുള്ള വാദമാണ് കോടതിയിൽ ഉയർത്തിയത്. പക്ഷേ കഴിഞ്ഞ ദിവസം കോടതി ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ചോദിച്ചിരുന്നു, ഈ അന്വേഷണം നടക്കുന്നതല്ലേ ഉചിതം, ഈ ക്ലീൻ ചിറ്റ് കിട്ടിയാൽ അത് നല്ല കാര്യമല്ലേ എന്നൊക്കെ കോടതി CMRLനോട് ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് ഈ അന്വേഷണം തടയണമെന്ന ആവശ്യത്തിൽ തന്നെയാണ് അവർ ഉറച്ച് നിന്നിരുന്നത്. ഏതായാലും EDയുടെ റെയ്ഡിൽ ഈ CMRLന്റെ അടക്കം ഓഫീസിൽ നിന്ന് ലഭിച്ച തെളിവുകളടക്കം ED മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് പിന്നീട് കോടതി അത് വെള്ളിയാഴ്ചത്തേക്ക് വിധി പറയാൻ മാറ്റുകയായിരുന്നു. ഏതായാലും ഇന്നുവരെ ഈ കേസിലെ എല്ലാ തുടർ നടപടികളും, അതായത് CMRL ഈ ഹർജി നൽകിയ കക്ഷിക്കെതിരെയുള്ള എല്ലാ നടപടികളും നിർത്തിവെക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഏതായാലും ഇന്ന് കോടതി ഈ അന്വേഷണം തുടരാൻ അനുവദിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നമുക്കറിയാവുന്ന പോലെ സിംഗിൾ ബെഞ്ചാണ് ആദ്യം ഈ ED അന്വേഷണം തുടരാമെന്നുള്ള വിധി പുറപ്പെടുവിക്കുന്നത്. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഈ CMRLന്റെ ഓഫീസുകളടക്കം പിണറായി വിജയൻ്റെ 2 വീടുകളടക്കമുള്ള കേന്ദ്രങ്ങളിൽ ED പരിശോധന നടത്തിയിരുന്നു. ഏതായാലും അതിന് പിന്നാലെയാണ് CMRL ഇത്തരമൊരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഏതായാലും ഇന്നത്തെ ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കേസിൽ ED അന്വേഷണം തുടരുന്ന സാഹചര്യമുണ്ടായാൽ ED സ്വീകരിക്കാനിരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഏറെ ആകാംക്ഷയുള്ളത്. നേരത്തെ ഈ മുഖ്യമന്ത്രിയുടെ മകൾ, അതുപോലെ തന്നെ എക്സാലോജിക്കിൻ്റെ ഉടമയുമായ വീണ ടിക്കെതിരെ നടപടിക്ക് തടസ്സമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ വീണ ടിക്കെതിരെയുള്ള നടപടികളും ഇപ്പോൾ ED നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ വിധി വന്ന ശേഷം തുടർ നടപടികളിലേക്ക് പോകാമെന്നുള്ളതാണ് EDയുടെ തീരുമാനം. നേരത്തെ ED സമൻസ് അയക്കുന്ന കാര്യമടക്കം ആലോചിച്ചിരുന്നു. പക്ഷേ ഈ കോടതിയുടെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനം വരട്ടെ എന്നുള്ളതാണ് EDയുടെ നിലപാട്. ഏതായാലും അതിലടക്കം ഇന്ന് കൃത്യമായ വ്യക്തത ഹൈക്കോടതിയിൽ നിന്നുണ്ടാകും. രാവിലെ തന്നെ ഒരുപക്ഷെ വിധി ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ED ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗവും ചേരുന്നുണ്ട്. അത് EDയുടെ ഡയറക്ടർ, EDയുടെ മേധാവിയുടെ നേതൃത്വത്തിലാണ് രാഹുൽ നവീൻ. അദ്ദേഹം ഇന്നലെ തന്നെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരും. EDയുടെ കൊച്ചി സോണൽ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥർക്ക് പുറമെ ചെന്നൈ സോണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിൻ്റെ ഭാവി എന്താകും, ഈ വിധി വരുന്നതനുസരിച്ച് ഇനി എന്ത് നടപടി സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിലായിരിക്കും പ്രധാനപ്പെട്ട ആലോചന ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുകൂലമായ വിധി ഉണ്ടായാൽ അടുത്ത ഘട്ടം എന്തായിരിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, ഡിവിഷൻ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയുണ്ടായ ദിവസങ്ങളിലാണ് ഈ ED ഈ വീടുകളിലേക്കൊക്കെ കയറി റെയ്ഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്ന് അനുകൂലമായൊരു നിലപാടുണ്ടായാൽ സ്വാഭാവികമായും വീണ ടിക്ക് അടക്കം ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് നൽകും. അതിനപ്പുറത്തേക്ക് കടുത്ത നടപടികളിലേക്കൊക്കെ ED പോകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ റെയ്ഡിൽ പരിശോധിച്ച രേഖകളൊക്കെ ED വിശദമായി പരിശോധിച്ചിരുന്നു. ഈ മൊബൈൽ ഫോൺ അടക്കം ഈ വീണ ടിയുടെയും അതുപോലെ തന്നെ CMRLന്റെ MD ആയിട്ടുള്ള ശശിധരൻ കർത്തയുടെയും മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ബാങ്ക് രേഖകളുടെ പരിശോധനകൾ നടത്തിയിരുന്നു. അങ്ങനെ എല്ലാ രേഖകളുടെയും പരിശോധന ED ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടും ED കോടതിയിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നിന്ന് അനുകൂലമായൊരു തീരുമാനമുണ്ടായാൽ ED അടുത്ത മൂവ് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ തീരുമാനമെടുക്കും. അതുപോലെ തന്നെ പ്രതികൂലമായൊരു തീരുമാനമുണ്ടായാൽ അതിനെ എങ്ങനെ നേരിടാം, അപ്പീലടക്കമായി മുന്നോട്ട് പോകണമെന്നുള്ള കാര്യത്തിലും തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് 2 കാര്യങ്ങളാണ് പ്രധാനമായും കൊച്ചിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഒന്ന്, ഹൈക്കോടതിയിൽ നിന്ന് ED അന്വേഷണം തുടരണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഹൈക്കോടതി
വിധി പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് EDയുടെ മേധാവി തന്നെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യോഗത്തിൽ മാസപ്പടി ഈ പറയുന്ന എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിനൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ തിരുവനന്തപുരത്ത് പിണറായി വിജയൻ്റെ വീട്ടിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം, അത് ED വളരെ ഗൗരവമായാണ് കാണുന്നത്. ഇതിൽ കേസിൽ CPIM നേതാക്കളടക്കം അറസ്റ്റിലായിട്ടുണ്ടെങ്കിലും ഈ അന്വേഷണം പോരാ എന്നുള്ള നിലപാടിലാണ് ED ഉള്ളത് എന്നുള്ള കാര്യവുമുണ്ട്. CPIMൻ്റെ നേതാക്കൾക്ക് കൂടി ഇതിൽ പങ്കുണ്ട്. ഇതിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ED ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം, അല്ലെങ്കിൽ EDയുടെ വാദം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു. ആ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തി ഈ ED ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആ ഘട്ടത്തിലാണ് അവർ ഇത്തരത്തിൽ ഇതിൽ കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. നേതാക്കൾക്കെതിരെ അടക്കം നടപടി വേണമെന്നുള്ളതാണ് EDയുടെ ആവശ്യം. CBI അന്വേഷണം ആവശ്യപ്പെടുന്ന കാര്യവും EDയുടെ പരിഗണനയിലുണ്ട്. നേരത്തെ പശ്ചിമ ബംഗാളിൽ ഇത്തരത്തിൽ EDക്കെതിരെ ആക്രമണം വന്ന ഘട്ടത്തിൽ അന്ന് കൽക്കത്ത ഹൈക്കോടതി ഈ അന്വേഷണം CBIക്ക് വിടുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ അത്തരം ഒരു നീക്കവും കൂടി EDയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ള കാര്യവും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ഈ ആക്രമണം അടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ ഈ ED ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉന്നതതല യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്യും. ഏതായാലും ഇന്ന് ഈ കേസിൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ CMRL അതുപോലെ തന്നെ എക്സാലോജിക് ED ഇവരെയൊക്കെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ശരി, എന്നാലും CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിലെ ED അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീലിൽ ഹൈക്കോടതിയുടെ വിധി ഇന്നാണ്. അതേസമയം കേസിൽ തുടർ നടപടികൾ തീരുമാനിക്കാൻ ED ഡയറക്ടർ രാഹുൽ നവീന്റെ അധ്യക്ഷതയിൽ കൊച്ചിയിൽ ഇന്ന് ഉന്നതതല യോഗവും ചേരും. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.